കുന്നംകുളം പോലീസ് സ്റ്റേഷനകത്ത് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർ പക്ഷേ ഇപ്പോഴും സുരക്ഷിതരായി സർവീസിൽ തുടരുകയാണ്. CCTV ദൃശ്യങ്ങളടക്കം വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും പേരിനൊരു നടപടിക്കപ്പുറം ഒന്നും നടന്നിട്ടില്ല. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇത്ര മിഴിവുള്ള ദൃശ്യങ്ങളുണ്ടായിട്ടും ഈ കയ്യൂക കാണിച്ചവർ സുരക്ഷിതരാണ്. ക്രൂരമർദ്ദനത്തിന് നേതൃത്വം നൽകിയ SI നുഹ്മാൻ ഇപ്പോൾ വിയ്യൂർ SI ആണ്. ശശീന്ദ്രൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും സജീവൻ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും സന്ദീപ് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലും CPOമാരായി ജോലി ചെയ്യുന്നു. ക്രമസമാധാന ചുമതലകൾ ഇപ്പോഴും വഹിക്കുന്നു. മർദ്ദനത്തിലൊപ്പമുണ്ടായിരുന്ന അഞ്ചാമൻ വകുപ്പ് മാറി റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുകയാണ്. ഇയാളെ കേസിൽ നിന്ന് ഒഴിവാക്കി. വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായി മറ്റ് 4 പേരുടെ വേതന വർധനവ് തടഞ്ഞുവെച്ചു. അത്രമാത്രം. ഇത് 2 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അന്ന് വന്ന പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ CCTVകളൊക്കെ പരിശോധിച്ചിട്ടാണ് അക്കാലത്ത് എൻക്വയറി നടത്തിയിട്ടുള്ളത്. 3 ആളുകളെ ശിക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അങ്ങ് വിടാൻ തയ്യാറല്ല സുജിത്ത്. കയ്യിൽ കിട്ടിയ ദൃശ്യങ്ങൾ വെച്ച് നിയമ നടപടി തുടരും. ഈ 5 പേർക്കും സർക്കാരിന്റെ ജീവനക്കാരായിട്ട് തുടരാൻ പാടില്ല എന്നാണ് നമ്മുടെ ആവശ്യം. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. പോലീസ് സേനയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നു, CCTV ദൃശ്യങ്ങൾ പുറത്തു പോകുകയില്ല. അതിൻ്റെ ധാർഷ്ട്യമാണ്, അഹങ്കാരത്തിലാണ് ഈ SIയും CPOമാരും കൂടെ തല്ലിച്ചതച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഇന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. കുന്നംകുളത്തും കോഴിക്കോട്ടും യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിലും ജലപീരങ്കിയിലുമാണ് അവസാനിച്ചത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.